إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي نبينا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أحبتي في الله أوصيكم بما وصى الله به الأولين والآخرين وقال تعالى ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله واتقوا الله في السر والعلانية സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, ഒരുപക്ഷെ ഈ വർഷത്തെ റമദാനിലെ അവസാനത്തെ ജുമഅയായിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാന പത്തിലേക്ക് പ്രവേശിക്കാനും നന്മകൾ ചെയ്യാനും തൗഫീഖ് ലഭിക്കപ്പെട്ടവർ മഹാഭാഗ്യവാന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയല്ലോ, ലില്ലാഹി ഫീഹി ലൈല, അല്ലാഹുവിന് ഈ റമദാനിൽ ഒരു രാത്രിയുണ്ട്, ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമാണത്. മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിമ, അതിന്റെ നന്മകൾ ആർക്ക് നഷ്ടപ്പെട്ടുവോ അവൻ എല്ലാ നന്മയും തടയപ്പെട്ടു എന്ന്. റമദാനിന്റെ 1 മുതൽ റമദാൻ വിട പറയുന്നത് വരെയും വിളിച്ചു പറയുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയ യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ, പുണ്യം ഉദ്ദേശിക്കുന്നവരെ, നന്മ ആഗ്രഹിക്കുന്നവരെ മുന്നോട്ട് വന്നോളൂ. അവസാനിച്ചിട്ടില്ല, അവസാനിപ്പിക്കാനായിട്ടില്ല, സമയം കഴിഞ്ഞു പോയിട്ടില്ല. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയൽ ശർ അഖ്സിർ, തിന്മ ഉദ്ദേശിക്കുന്നവരെ അവസാനിപ്പിച്ചോളൂ. വലില്ലാഹി ഉത്തഖാഉ മിനന്നാർ, അല്ലാഹുവിന് നരകത്തിൽ നിന്ന് തന്റെ അടിമകളെ മോചിപ്പിച്ചുകൊണ്ടേയിരിക്കും. വദാലിക ഫീ കുല്ലി ലൈല, റമദാന്റെ എല്ലാ രാത്രിയിലും അതുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ഖും മിനന്നാർ, നരകമോചനം ലഭിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മദീനയിലെ മസ്ജിദ് നബവിയിലെ ക്ലാസ് എടുക്കുന്ന ഒരു മഹാപണ്ഡിതനാണ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ. അദ്ദേഹം തന്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. ഒരു റമദാനിലെ അവസാന പത്തിൽ ലൈലത്തുൽ ഖദറിനെയൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു രാത്രിയിൽ തന്റെ പിതാവിന്റെയും പിതാമഹന്റെയും കൂടെ തറാവീഹിന് വേണ്ടി പോകുമ്പോ ഒരു കൂട്ടം ചെറുപ്പക്കാരായ ആളുകൾ ഒരു കാറിൽ നിന്ന് വലിയ മ്യൂസിക് ഇട്ടുകൊണ്ട് അവരവിടെ ഇങ്ങനെ പാട്ടും കെട്ടിയിരിക്കുന്നത് അവർ കാണാനിടയായി. ഷെയ്ഖ് അവരുടെ അടുക്കൽ ചെന്ന് അവരോട് പറഞ്ഞു, അള്ളാഹുവിന്റെ വേണ്ടി നമസ്കരിക്കുന്ന, റബ്ബിനോട് ദുആ ചെയ്യുന്ന വിശ്വാസികളോടൊപ്പം നിങ്ങൾക്ക് ചേരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ മ്യൂസിക് ഒന്ന് ഓഫ് ചെയ്തൂടെ എന്ന്. അവരത് ഓഫ് ചെയ്തു. എന്നിട്ട് അവർക്കൊരു ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു തആല ചോദിക്കുന്നുണ്ടല്ലോ, യാ റസൂലല്ലാഹ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാത്രികളിൽ ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? തഖൂലീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ പറയുക ആയിഷ, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ മാപ്പ് കൊടുക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നു, ഫഅഫു അന്നി എനിക്ക് നീ മാപ്പ് നൽകണേ എന്നുള്ള ഈ പ്രാർത്ഥന അതവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അവരോട് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. ബൈഹാത്തായോ എന്ന് ചോദിച്ചു, അവർക്ക് കഴിയുന്നില്ല. വീണ്ടും ആവർത്തിച്ചു, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അങ്ങനെ
ആ സംഭവം കഴിഞ്ഞ് അദ്ദേഹം പോയി. ആ 5-6 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു ക്ലാസ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്ന് കൈ കൊടുത്തു. ഷേഖ്, നിങ്ങൾ അന്ന് എനിക്ക് ആ പഠിപ്പിച്ച ആ ഒരു സംഭവം ഇയാൾ മറന്നിട്ടുണ്ട്. പക്ഷേ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാവാൻ ആ പ്രാർത്ഥന ആവർത്തിച്ചുകൊണ്ടേയിരുന്നവർ, നിങ്ങളിത് ചൊല്ലിക്കൊണ്ടിരിക്കുക എന്ന് അവരോട് പറഞ്ഞ് അദ്ദേഹം പോയതാണ്. അതിലൊരാളുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് അയാൾ അത് ചൊല്ലിക്കൊണ്ടേയിരുന്നു. പിന്നീട് നല്ല ഇൽമു പഠിക്കാനും കുടുംബത്തിനും സമൂഹത്തിനുമെല്ലാം ഉപകാരപ്പെടുന്ന ഒരു വ്യക്തിയായി മാറാൻ, എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ എനിക്ക് ആ ദുആ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന് സഹോദരങ്ങളെ പറയുമ്പോൾ ഷേഖ് ഉണർത്തുന്നത്, നിങ്ങൾ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾ എല്ലാവരോടും പറയുക, ഇത് പറയാൻ റമദാനിന്റെ അവസാനത്തെ 10 നാളുകളിൽ അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ നീ ഏറെ പൊറുക്കുന്നവനാണ്. എന്റെ ജീവിതത്തിൽ സംഭവിച്ചതായ ആരാരും അറിയാത്ത തിന്മകളുണ്ട്, തെറ്റുകളുണ്ട്, അതെല്ലാം നീ പുറത്തു തരണേ. സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാറിന് നമുക്ക് സമയം കണ്ടെത്തിയിട്ടില്ല എങ്കിൽ ഇത്രയും നാളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നരകമോചനവും ഒക്കെ നൽകാൻ ഓഫർ നൽകിയിട്ടും ഒരിക്കൽ പോലും തന്റെ പാപങ്ങൾ റബ്ബിനോട് ഏറ്റുപറയാൻ നമ്മുടെ മനസ്സിനെ സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മളെക്കാളും വലിയ നഷ്ടക്കാരാരാണ്? അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ഫീ സുജൂദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുജൂദിൽ ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഗഫിർ ലീ ദംബി കുല്ലഹു, അല്ലാഹുവേ എന്റെ പാപങ്ങളെല്ലാം നീ പുറത്തു തരണേ. ദിഖഹു വജില്ലഹു, ചെറുതാവട്ടെ വലുതാവട്ടെ, അവ്വലഹു വ ആഖിറഹു, ഞാൻ എന്റെ ജീവിതത്തിന്റെ ആദ്യം മുതൽ ചെയ്തതും അവസാനത്തിൽ ചെയ്തതും, വഅലാനിയതുഹു വസിറഹു, ആരും അറിയാതെ രഹസ്യമായി ചെയ്തതും ആ ആളുകൾ കാണുക ചെയ്തതുമായ തിന്മകൾ റബ്ബേ നീ പുറത്തു തരണേ എന്ന്. സഹോദരങ്ങളെ, അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്. ഗാഫിറുദ് ദംബ് വഖാബിലുത് തൗബ്, മനുഷ്യൻ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അത് സ്വീകരിക്കുവാൻ തയ്യാറുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മനുഷ്യർ പൊറുക്കാൻ തയ്യാറല്ല. സ്വന്തം ബന്ധത്തിൽപ്പെട്ട, കുടുംബത്തിൽപ്പെട്ട, രക്തത്തിൽപ്പെട്ട ആളുകൾക്ക് പോലും പുറത്തു കൊടുക്കാനും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനും മനുഷ്യർ തയ്യാറല്ല. പക്ഷേ അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്. എത്രത്തോളം തെറ്റുകൾ ചെയ്താലും തന്നെ ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ, സ്വന്തത്തോട് അക്രമം ചെയ്ത, ജീവിതത്തിൽ തിന്മകൾ കൊണ്ട് നിറഞ്ഞുപോയ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശരാവരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവരാണ്. വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമു ലഹു, റബ്ബിലേക്ക് നിങ്ങൾ കീഴ്പ്പെട്ട് മടങ്ങൂ, റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങൂ, ഖേദിച്ചു മടങ്ങൂ, റബ്ബിനെ സമർപ്പിക്കൂ. സഹോദരങ്ങളെ, അതിനേക്കാളും വലിയൊരു ആശ്വാസമില്ല. ജീവിതത്തിൽ എന്തെന്ത് തെറ്റുകൾ സംഭവിച്ചാലും, എന്തെന്ത് പാപങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിലും റബ്ബിലേക്ക് കൈകൾ ഉയർത്തി ഇസ്തിഗ്ഫാറിനെ തേടിയാൽ, റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു തരുന്നതാണ്. അതിനുള്ള നാളുകളാണ് സഹോദരങ്ങളെ വിലപ്പെട്ടതായ ഈ നിമിഷങ്ങൾ നമുക്ക് മുമ്പിലുള്ളത്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക് വേണ്ടിയാണ് നിങ്ങൾ ധൃതിപ്പെട്ടു പോവേണ്ടത്. വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തുകൾ നിർബന്ധമാക്കിയില്ലേ? നോമ്പും നമസ്കാരവും മറ്റു ഇബാദത്തൊക്കെ അതിനു വേണ്ടിയാ. അങ്ങനെ ജീവിച്ച റബ്ബിനെ അനുസരിച്ച ആളുകൾക്ക് വേണ്ടിയതാ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗ്ഗം. ആ സ്വർഗ്ഗത്തിന് വേണ്ടി നിങ്ങൾ മത്സരിക്കുക. വസാരിഉ വസാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിന് വേണ്ടി റബ്ബിനോട് നിരന്തരമായി പാപമോചനം തേടുക. അല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ വലമു അൻഫുസഹും ദക്കറുല്ലാഹ് ഫസ്തഗ്ഫിറു ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, വിശ്വാസികളായ ആളുകൾ ജീവിതത്തിൽ വല്ല തെറ്റും സംഭവിച്ചു പോയാൽ റബ്ബിനെ ഓർക്കുന്നു, റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ തേടുന്നു. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപം പൊറുക്കുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരുണ്ട്? സഹോദരങ്ങളെ, റബ്ബല്ലാതെ മറ്റാരാണ് നമുക്ക് പാപങ്ങൾ പുറത്തു തരാനുള്ളത്? നമ്മുടെ ഖൽബിലുള്ളത് അറിയുന്ന, നമ്മുടെ കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്ന, യഅലമു ഖായിനത്തൽ അയ്ൻ വമാ തുഖ്ഫി സുദൂർ, മനുഷ്യന്റെ മനസ്സ് മന്ത്രിക്കുന്നത് അറിയുന്ന റബ്ബ്. വലഖദ് ഖലഖനൽ ഇൻസാൻ, നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവന്റെ മനസ്സ് മന്ത്രിക്കുന്നത് നാം അറിയും. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നമ്മുടെ കണ്ടനാടിയേക്കാൾ അടുത്തുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആരും അറിയാതെ നാം ചെയ്ത പാപങ്ങൾ, നമ്മുടെ തിന്മകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞിട്ടുണ്ട്. അവൻ അറിഞ്ഞിട്ടുണ്ട്. നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നല്ലാഹ തആല യുദ്നിൽ മുഅ്മിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസിയോട് അടുത്ത് നിൽക്കും. എന്നിട്ട് അവന്റെ മേൽ കൈവച്ചുകൊണ്ടാണ് പറയുന്നത്,
ജനങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തിന്മകളും പാപങ്ങളും എല്ലാം മറച്ചു വെച്ചിട്ടുണ്ട്. ഈ പ്രകാരം ചെയ്തിരുന്നില്ല, ഇന്ന രാത്രികളിൽ ഇന്ന പകലുകളിൽ ഇന്ന സ്ഥലത്ത് വെച്ച് ഈ പാപങ്ങളെല്ലാം നീ ചെയ്തില്ലേ എന്നവർ ബോധ്യപ്പെടുത്തി കൊടുക്കും. അവൻ അത് അംഗീകരിക്കുന്നതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഫഇന്നി ഖദ് സതർതുഹാ ലക ഫിദ്ദുനിയ, ദുനിയാവിൽ ജനങ്ങളിൽ നിന്ന് നിന്നെ അപമാനിക്കാതെ, ജനങ്ങളിൽ നിന്നെ വഷളാക്കാതെ ഞാനത് മറച്ചു വെച്ചു. എന്നാൽ ഇന്നിതാ വഅന അഗ്ഫിറുഹാ ലക അൽയൗം, പരലോകത്ത് വെച്ച് അല്ലാഹു അത് പുറത്തു തരികയാണ്. അതിനെന്ത് വേണം? തൗഹീദ് വേണം. ഈമാനുള്ള വിശ്വാസികൾക്ക് മടങ്ങാൻ തയ്യാറുണ്ടോ? റബ്ബിലേക്ക് മടങ്ങാൻ തയ്യാറുണ്ടോ? അങ്ങനെയുള്ള ആളുകൾക്ക് ഇന്നൽ ഹസനാത്ത് യുദ്ഹിബുന സയ്യാത്ത്. ഒരു സന്ദർഭത്തിൽ, ഒരു സാഹചര്യത്തിൽ, ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. മനുഷ്യന്മാരൊക്കെ അങ്ങനെയാ. കുല്ലു ബിനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഈൻ അത്തവാബൂൻ. മനുഷ്യന്മാരൊക്കെ തെറ്റ് ചെയ്യും. തെറ്റ് ചെയ്യാത്തവർ, അമ്പിയാക്കളല്ലാത്ത മറ്റെല്ലാവർക്കും പാപങ്ങൾ സംഭവിക്കും. പ്രവാചകന്മാർ മഅസൂമികളാണ്. എന്നാൽ ജീവിതത്തിൽ സംഭവിച്ചു പോയ ആ തെറ്റുകൾ റബ്ബിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് ഇനി ഒരിക്കലും അതിലേക്ക് മടക്കമില്ല റബ്ബേ, ചെയ്തു പോയതിൽ എനിക്ക് ഖേദമുണ്ട്, ദുഃഖമുണ്ട്, ഞാനിത് അതിലേക്ക് മടങ്ങുകയില്ല, എനിക്ക് നീ പുറത്തു തരണമെന്ന ഉറച്ച തീരുമാനത്തോടുകൂടിയില്ല ആത്മാർത്ഥമായ തൗബ. അതാണ് പശ്ചാത്താപം. അതല്ലാതെ താൻ ചെയ്യുന്ന തിന്മകൾ ഇങ്ങനെ തുറത്തുകൊണ്ടിരിക്കുന്നു, നമസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മനസ്സിന് തന്നെ നമ്മോട് തന്നെ ഒരു വഞ്ചന, ഒരു മുനാഫിഖ്, നമ്മളൊരു കാപട്യമാണ് ചെയ്യുന്നത് എന്ന് തോന്നിപ്പോകും. തിന്മകൾ ഒരു ഭാഗത്ത് ചെയ്യുന്നു, അതുപോലെ തന്നെ നന്മകൾ ഒരു ഭാഗത്തും ചെയ്യുന്നു. എങ്ങനെ സഹോദരങ്ങളെ സാധിക്കുക? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. കൃത്യമായി റബ്ബിനു വേണ്ടി നിസ്കരിക്കുന്ന ഒരാൾ, അവന്റെ നമസ്കാരം അവനെ പാപങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നതാണ്. അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാപങ്ങളെ മാറ്റി നിർത്താൻ അവന്റെ നമസ്കാരം കൊണ്ട് സാധിക്കണം. പക്ഷേ നിസ്കരിക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് വഞ്ചന നടത്തുന്നുണ്ട്, ചതി നടത്തുന്നുണ്ട്, ആരും അറിയാത്ത ഒരുപാട് രഹസ്യ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ കൊണ്ട് നടക്കുന്നുണ്ട്. അത് അവസാനിപ്പിക്കാൻ, നിർത്താൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അങ്ങനെയല്ല സഹോദരങ്ങളെ, ആത്മാർത്ഥമായി റബ്ബിലേക്ക് മടങ്ങുന്നവർ, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ, ആത്മാർത്ഥമായ നിഷ്കളങ്കമായ തൗബയാണ് നിങ്ങൾ റബ്ബിലേക്ക് വേണ്ടി മടങ്ങുമ്പോൾ ചെയ്യേണ്ടത്. ഞാനിത് ചെയ്തു പോയി എന്നുള്ള കുറ്റബോധം നമുക്കുണ്ടാവണം. ഇനി ഒരിക്കലും അതിലേക്ക് മടക്കമില്ല എന്ന ഉറച്ച തീരുമാനമുണ്ടാവണം. റബ്ബിൽ നിന്ന് എനിക്കിത് പുറത്തു തരണമെന്ന. വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അറിഞ്ഞുകൊണ്ട് പിന്നെയും ആ തെറ്റിൽ ഉറച്ചു നിൽക്കുക ഒരിക്കലും വിശ്വാസിയിൽ നിന്നുണ്ടാവുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ചെയ്തു പോയ തെറ്റുകൾ അത് അവസാനിപ്പിക്കുക. അതുകൊണ്ടാണല്ലോ 100 ആളുകളെ കൊന്ന ഒരു ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അയാൾ ഒരു പണ്ഡിതരോട് ചോദിച്ചു, 99 ആളെ കൊന്നു. എന്നിട്ട് ഒരാളോട് ചോദിച്ചു, എനിക്ക് വല്ല രക്ഷയുണ്ടോ? അയാൾ പറഞ്ഞു, ഇല്ല, 99 ആളെ നിങ്ങൾ കൊന്നില്ലേ? അപ്പൊ അയാളെ കൂടി കൊന്ന് 100 ആളുകളെ കൊന്നു എന്നൊരു ആലിമിനോട് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഇൻതലിഖ് ഇലാ അർളി കദാ വകദാ, നീ ഇവിടുന്ന് പോകണം, ഈ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് പോകണം, അവിടെ ഫഅബ്ദുല്ലാഹ, അവിടെ അല്ലാഹുവിനെ ആരാധിക്കണം. അവിടെ ചില ആളുകളുണ്ട്. ഒരിക്കലും വലാ തർജിഅ ഇലാ ബലദിക, നിന്റെ നാട്ടിലേക്ക് നീ മടങ്ങരുത്. ഫഇന്നഹാ അർദുസു, അത് തിന്മയുടെ നാടാണ്. നിന്റെ സാഹചര്യമാണ് നിന്നെ തെറ്റിലേക്ക് നയിക്കുന്നത്. അത് വിട്ടു ഒഴിവാക്കി പോകാൻ. അതാണ് സഹോദരങ്ങളെ, പല യുവാക്കളും അതുപോലെ തന്നെ ചെറുപ്പക്കാരും സ്ത്രീകളായിരുന്നാലും എന്താ സാഹചര്യത്തിലാണോ നമ്മെ തിന്മയിലേക്ക് നയിക്കുന്നത്, ആ സാഹചര്യം നമ്മൾ ഒഴിവാക്കണം. നമ്മുടെ ബാംഗ്ലൂരിലാണെങ്കിലും അതല്ലെങ്കിൽ എവിടെയാണോ ജീവിക്കുന്നത് അവിടെയും വീട്ടിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുണ്ടാവും. കൂട്ടുകാര്, സാഹചര്യങ്ങൾ, അവരെയാണ് നമ്മെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ സാഹചര്യം മാറ്റാൻ റബ്ബിന്റെ ദീനുമായി ബന്ധപ്പെടുന്ന, അതെ, പല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കും. ട്രെയിനിലും ബസ്സിലും ബസ് സ്റ്റാൻഡുകളിലും പാർക്കുകളിലൊക്കെ യാതൊരു ലജ്ജയുമില്ലാതെ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ഹറാമായ നിലക്കുള്ള സിനയുടെ കാര്യങ്ങൾ നടക്കുന്നത് നമ്മൾ സമൂഹത്തിൽ കാണുന്നു. ഇന്ന് യാതൊരു വിലയും അതിന് നൽകുന്നില്ല, ഒരു ഗൗരവവും കാണുന്നില്ല. സഹോദരങ്ങളെ, ഒറ്റപ്പെട്ട് ജീവിക്കുക, ചോദിക്കാനും പറയാനും ആരില്ല. മക്കളെ അങ്ങനെ വിട്ടേക്കുകയാണ്. മുസ്ലിം നാമധാരികളായ തട്ടമിട്ട പെണ്ണുങ്ങൾ പോലും നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും. അതുകൊണ്ട് ചെറുപ്പക്കാർ എവിടെയായിരുന്നാലും ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നീ എവിടെയായിരുന്നാലും അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഒരു തിന്മ സംഭവിച്ചു പോയോ പിന്നെ നന്മകൾ കൊണ്ട് അതിനെ തുടർത്തുക. അതുകൊണ്ട് സാഹചര്യമാണ് സഹോദരങ്ങളെ മനുഷ്യരെ തെറ്റിലേക്ക് നയിക്കുന്നത്, വീണ്ടും വീണ്ടും ആവർത്തിച്ച് അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ സാഹചര്യം ഒഴിവാക്കുക.
ഒഴിവാക്കാൻ, എന്താണോ എനിക്ക് തെറ്റിലേക്ക് എന്നെ പ്രേരിപ്പിക്കുന്നത് ആ സാഹചര്യം വിട്ട് ഒഴിവാകാൻ സാധിക്കണമെന്നാണ് ആ 100 പേരെ കൊന്ന ആ മനുഷ്യന്റെ ചരിത്രം പഠിപ്പിക്കുന്നത്. അങ്ങനെ അയാൾ ആ നാട് വിട്ടു പോവുകയാണ്. പോകുന്നതിനിടെ അയാൾ മരിക്കുന്നുണ്ട്. റഹ്മത്തിന്റെ മലക്കുകളും അദാബിന്റെ മലക്കുകളും വരുന്നുണ്ട്. റഹ്മത്തിന്റെ മലക്കുകൾ പറയുന്നു ഇയാൾ തൗബ ചെയ്ത് മടങ്ങിയതാണ്. അദാബിന്റെ മലക്കുകൾ പറഞ്ഞു ജീവിതത്തിൽ ഒരു നന്മയും ഇയാൾ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു മലക്ക് മനുഷ്യരൂപത്തിൽ വന്ന് ഇവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുകയാണ്. ഇയാൾ പിന്നിട്ട വഴിയും എത്താനുള്ള വഴിയും കൂടി അളന്നു നോക്കി എത്താനുള്ള സ്ഥലത്തേക്ക് അല്പം അടുത്തു നിൽക്കുന്നു. അങ്ങനെ റഹ്മത്തിന്റെ മലക്കുകൾ അയാളെ ഏറ്റെടുത്തു എന്ന്. സഹോദരങ്ങളെ, നമ്മുടെ മരണം എപ്പോഴാണ് സംഭവിക്കുക എന്നൊരാൾക്കും പറയാൻ സാധ്യമല്ല. അതിനു മുമ്പായി, മരണം തൊണ്ടക്കുഴിയിലെത്തുന്നതിന് മുമ്പായി റബ്ബിലേക്കൊരു മടക്കം നമുക്ക് സാധ്യമാണ്. എന്ത് തന്നെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ആളുകളും റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കാൻ റെഡിയുള്ളവനാണ്. രാത്രിയിലും പകലിലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകൾ ചെയ്ത പാപങ്ങൾ, തെറ്റുകളെല്ലാം തന്നെ അത് പുറത്തു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാണ്. ആരുണ്ട് റബ്ബിലേക്ക് കൈയുയർത്താൻ? ആരുണ്ട്? മയ്യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറു ലഹു. രാത്രിയുടെ അന്ത്യാമങ്ങളിൽ യൻസിലു റബ്ബുനാ തബാറക വ തആല, ഒരു രാത്രിയിൽ റബ്ബ് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി ചോദിക്കുന്നുണ്ട്, ആരുണ്ട് എന്നോട് ചോദിക്കാൻ ഞാൻ അവന് നൽകാം, ആരുണ്ട് പാപമോചനം തേടാൻ ഞാൻ അവനെ പുറത്തു കൊടുക്കാമെന്ന്. സഹോദരങ്ങളെ, അങ്ങനെയുള്ള എത്ര പ്രാർത്ഥനകൾ നമ്മിൽ നിന്ന് വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത്, നല്ലത് ചെയ്യാൻ എന്റെ മനസ്സിനെ തോന്നിപ്പിക്കണേ റബ്ബേ. വതർക്കൽ മുൻകറാത്ത്, മോശമായ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ റബ്ബേ എന്റെ മനസ്സിനെ പാകപ്പെടുത്തണേ. സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ തൗഫീഖ് കിട്ടാതെ ജീവിതത്തെ നന്നാക്കാൻ, മനസ്സിനെ ശുദ്ധീകരിക്കാൻ സാധ്യമല്ല. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. മനുഷ്യന്റെ മനസ്സാണ് നന്നാവേണ്ടത്. മനുഷ്യന്റെ മനസ്സിലേക്കാണ് റബ്ബ് നോക്കുന്നത്. അതാണ് സഹോദരങ്ങളെ, കറകളഞ്ഞ ഹൃദയവുമായി, പാപങ്ങളില്ലാത്ത ഹൃദയവുമായി, കുറ്റമറ്റ ഹൃദയവുമായി റബ്ബിന്റെ മുമ്പിൽ എത്തിയാലേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. കുറ്റമറ്റ മനസ്സുമായി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ, മനുഷ്യ ശരീരത്തിൽ മാംസകഷ്ണമുണ്ട്. അത് നന്നായാൽ മനുഷ്യ ശരീരം മുഴുവൻ നന്നായി. വൈദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, അത് കേടുവന്നാൽ മനുഷ്യ ശരീരം മുഴുവൻ കേടുവന്നു. അലാ വഹിയൽ ഖൽബ്, അതാണ് ഹൃദയം. ആ ഹൃദയത്തെയാണ് നന്നാക്കേണ്ടത്. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, റബ്ബേ എന്റെ മനസ്സിൽ സൂക്ഷ്മത നൽകണേ. ഈ ഇബാദത്തുകളൊക്കെ ചെയ്യുന്നത് എന്തിനാ? ആ തഖ്വ നേടിയെടുക്കുവാനാണ്. അത് കിട്ടിയിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ, പിന്നെ എന്ത് പ്രയോജനമാണത്? എന്റെ കച്ചവടത്തിൽ ഞാൻ ആ ചീറ്റിംഗ് നടത്തിക്കൊണ്ടേയിരിക്കുന്നു, വഞ്ചന കാണിക്കുന്നു. അതുപോലെ തന്നെ എന്റെ രഹസ്യ ജീവിതത്തിൽ ഞാൻ ആ തിന്മ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു നോമ്പിന് പോലും, ഒരു റമളാനിന് പോലും മാറ്റാൻ സാധിക്കുന്നില്ല എങ്കിൽ, നോമ്പ് തുറന്നാൽ ഉടനെ പിന്നെ ആ ഹറാമ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്കിൽ പിന്നെ സഹോദരങ്ങളെ, പിന്നെ എന്തൊരു മാറ്റമാണ് ജീവിതത്തിൽ വരുത്തിയിട്ടുള്ളത്? അങ്ങനെയല്ല, അവസാനിപ്പിക്കാൻ, നിർത്താൻ, ഇനി അതിലേക്ക് മടക്കമില്ല എന്നുള്ള ഉറച്ച തീരുമാനം അങ്ങനെ മാറിയ ഒരുപാട് ആളുകളുടെ ചരിത്രം സഹോദരങ്ങളെ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ജീവിതത്തിൽ തിന്മകൾ മാത്രം ചെയ്ത് ജീവിച്ച ആളുകള് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിന് ഹിദായത്ത് നൽകി. ആർക്കാ അത് കൊടുക്കുന്നത്? അത് ഈ നല്ലത് കേൾക്കാനും നല്ലതറിയാനൊക്കെ തൗഫീഖ് ലഭിക്കപ്പെടുന്ന ആളുകൾ. അൽഹംദുലില്ലാഹ്, ഈ ബാംഗ്ലൂരിന്റെ സിറ്റിയിൽ ഈ മസ്ജിദിൽ വന്നുകൊണ്ട് ഖുതുബ കേൾക്കുവാനും നമസ്കാരം നിർവഹിക്കുവാനും ഒക്കെ തൗഫീഖ് ലഭിക്കുന്ന, അല്ലാഹു അനുഗ്രഹിച്ച ആളുകളാണ് നമ്മൾ. ഈ ഒരു സമയത്തും റഹ്മത്തിന്റെ മലക്കുകൾ, അവന്റെ അനുഗ്രഹങ്ങൾ, അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്നതായ ദിനരാത്രങ്ങളിൽ പോലും പച്ചയായ ഹറാമുകളിൽ മുഴുകി ജീവിക്കുന്ന ആളുകൾ ഈ നാടുകളിൽ ഉണ്ടല്ലോ. അല്ലാഹു നമ്മെ അതിൽ നിന്ന് കാത്തു രക്ഷിച്ചല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ റബ്ബിനോട് കടപ്പെട്ടവരാണ്, റബ്ബിനോട് ഏറെ ശുക്റുള്ളവരാവേണ്ടവരാണ്. അതുകൊണ്ട് ഇനി ആ തിന്മയിലേക്ക് മടക്കമില്ല. അതിനെനിക്ക് കാരണം എന്റെ കൂട്ടുകാരനാണോ, ആ കൂട്ടുകാരനെ ഒഴിവാക്കാൻ. അതല്ല, അതിനെന്റെ ഈ ഒരു കച്ചവടമാണോ എങ്കിൽ അതെനിക്ക് വേണ്ട. അതല്ലെങ്കിൽ ഏതാണോ സാഹചര്യം എന്നെ തിന്മയിലേക്ക് നയിക്കുന്നത്, അത് അവസാനിപ്പിക്കാൻ സഹോദരങ്ങളെ മനസ്സിന് തോന്നണം. അതാണ് തൗബയുടെ അടിസ്ഥാന നിബന്ധനകളായിക്കൊണ്ട് പണ്ഡിതന്മാർ ഉണർത്തുന്നത്. ജനങ്ങളുമായി കൊണ്ടുള്ള ഹക്കുകൾ അത് കൊടുത്തു തീർക്കുകയും വേണം. അതുകൂടി അതിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് അല്ലിംനി ദുആഅൻ അദ്ഉ ഫീ സലാത്തി, എന്റെ നിസ്കാരത്തിൽ പ്രാർത്ഥിക്കാൻ ഒരു ദുആ എനിക്ക് പഠിപ്പിച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുമ്മ ഇന്നി വലംതു നഫ്സി ദുൽമൻ കസീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ ഇൻദിക് വറഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. സഹോദരങ്ങളെ, നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. സലാം വീട്ടുന്നതിന് മുമ്പ് തശഹുദിലെ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നി വലംതു നഫ്സി ദുൽമൻ കസീറ, റബ്ബേ എന്നോട് ഞാൻ ഒരുപാട് ഉൽമുകൾ ചെയ്തു പോയി, എന്റെ നഫ്സിനോട് ഞാൻ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി.
വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, എനിക്കറിയാം നീയല്ലാതെ പാപം പൊറുക്കുന്നവനായി മറ്റാരുമില്ല. ഫഗ്ഫിർ ലീ, എനിക്ക് നീ പൊറുത്തു തരണേ. മഗ്ഫിറത്തൻ മിൻ ഇൻദിക്, നിന്നിൽ നിന്നാണ് പാപമോചനമുള്ളത്. വറഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, റബ്ബേ നീയാണ് കരുണ ചെയ്യുന്നവൻ, എന്നോട് നീ കരുണ ചെയ്യണേ. സഹോദരങ്ങളെ, അള്ളാന്റെ റഹ്മത്തും അള്ളാന്റെ മഗ്ഫിറത്തും ഇല്ല എങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ട് നാമൊക്കെ എന്ത് ചെയ്തു എന്ന് നമ്മൾ ആലോചിക്കുക. നമ്മളത്ര ഞാനൊക്കെ കുറെ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ സമാധാനിക്കേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ പറഞ്ഞു എന്ത്, ഇല്ലാ യതഗമ്മദനി അല്ലാഹു ബിറഹ്മ, അള്ളാന്റെ കാരുണ്യം കൊണ്ട് പൊതിഞ്ഞാലല്ലാതെ രക്ഷപ്പെടാൻ എനിക്ക് വരെ സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. അതുകൊണ്ട് ഫലാ തുസക്കു അൻഫുസകും, നിങ്ങൾ ആരെയും പരിശുദ്ധിപ്പെടുത്തേണ്ടതില്ല. ഓം വലിയ മുത്തഖിയാണെങ്കിൽ ഞാൻ വലിയ കുറെ ചെയ്തിട്ടുണ്ട്, ഞാൻ കുറെ ഖുർആൻ ഓതിയിട്ടുണ്ട്, രാത്രി നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട്, സദഖ നൽകിയിട്ടുണ്ട്, ഇങ്ങനെ നമ്മളൊന്നും അഹങ്കരിക്കേണ്ടതില്ല. അതുകൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കുക, പരിശുദ്ധമായ ഒരു മനസ്സുമായി റബ്ബിനെ കണ്ടുമുട്ടാൻ നമ്മൾ പരിശ്രമിക്കുക. അതോടൊപ്പം തന്നെ സഹോദരങ്ങൾ, ജീവിതത്തിലെ എല്ലാ രംഗത്തും ആ ഒരു പരിശുദ്ധി വേണം. സാമ്പത്തിക രംഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സ്വത്ത് അതിന് കൃത്യമായി കൊണ്ടുള്ള ഹക്കുണ്ട്, സക്കാത്തുണ്ട്. റമദാനുമായി പ്രത്യേകം ബന്ധമില്ല എങ്കിലും കഴിഞ്ഞ റമദാനിലാണ് നൽകിയത് എങ്കിൽ ഒരു വർഷം തികഞ്ഞാൽ കൃത്യമായി കൊണ്ട് അതിന്റെ സക്കാത്ത് നൽകണം. കച്ചവടക്കാർക്കുണ്ട്, കൃഷിക്കുണ്ട്, അതുപോലെ തന്നെ ആടുമാടൊട്ടങ്ങൾ നാൽക്കാലികൾക്കുണ്ട്, സ്വർണം വെള്ളി നാണയങ്ങൾക്കുണ്ട്, കറൻസിക്കുണ്ട്, ഇതിനൊക്കെ സക്കാത്തുണ്ട്. അത് കൃത്യമായി നൽകുക. കൊടുക്കാതെ പിശുക്കി പിടിക്കുന്ന ആളുകൾ, ഇപ്പൊ ആളുകൾ മസ്തല ചോദിക്കുന്നത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, കാരണം സ്വർണത്തിനൊക്കെ ഭയങ്കര ഗോൾഡിന് റേറ്റ് ആണല്ലോ. അത് നൽകാതെ സ്വരൂപിച്ചു വെക്കുന്ന ആളുകൾ സഹോദരങ്ങളെ ഭയാനകരമായ ശിക്ഷയാണ് അതിനുള്ളത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം ഫതുക്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ ബിമാ കുൻതും തക്രിസൂൻ. സ്വർണവും വെള്ളിയും നിക്ഷേപമായി വെക്കുന്ന ആളുകൾ അതിന്റെ ഹക്ക് നൽകാതെ, അത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാതെ സ്വരൂപിച്ചു ലോക്കറിൽ സൂക്ഷിക്കുന്ന ആളുകൾ അവരെ ഭയപ്പെടേണ്ടതുണ്ട്. വേദനയേറിയ ശിക്ഷയുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. ആ സ്വർണവും വെള്ളിയൊക്കെ തീയിലിട്ട് പഴിപ്പിച്ച് അവരുടെ പാർശ്വങ്ങളിലും മുതുകളിലും നാളെ വെക്കുന്നതാണ്. എന്നിട്ട് പറയും, നിങ്ങൾ ആസ്വദിക്കൂ, നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചതാണ്. അതുകൊണ്ട് സഹോദരിമാർ ശ്രദ്ധിക്കുക. 10.5 പവൻ സ്വർണമുണ്ടോ, 85 ഗ്രാം ഗോൾഡ് ഉണ്ടോ എങ്കിൽ ഒരു വർഷം തികഞ്ഞുവെങ്കിൽ ഒരു 2.5% അതിന്റെ അള്ളാഹുവിനോടുള്ള ഹക്ക് അത് നൽകുക തന്നെ വേണം. മറ്റു കച്ചവടമാണോ, അതേപോലെ തന്നെ മറ്റു ഏതൊക്കെ രൂപത്തിൽ നമുക്ക് ഇൻകം വരുന്നുണ്ടോ അതൊക്കെ തന്നെയും ഗോൾഡിന് ഇത്രയാണ് 10.5 പവൻ. മറ്റുള്ള കച്ചവടത്തിനും കറൻസിക്കും ശമ്പളത്തിനൊക്കെ 590 ഗ്രാം സിൽവറിന്റെ റേറ്റ് എത്രയാണ്, അത്ര പൈസ നമ്മുടെ അടുക്കൽ ഉണ്ട് എങ്കിൽ, വർഷത്തിൽ ഒരിക്കൽ നമ്മുടെ അടുക്കൽ ഉണ്ട് എങ്കിൽ നമ്മൾ അതിന്റെ 2.5% നൽകണം. 1,00,000-ന് 2,500 രൂപയാണ് സക്കാത്ത് ഉള്ളത്. അപ്പൊ അത് കൃത്യമായി നമ്മൾ കണക്ക് കൂട്ടി നമ്മുടെ കച്ചവടമാണോ, അതിന്റെ വരവ് ചെലവുകളും അതിന്റെ ആവശ്യമായ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബാക്കി വന്നത് എത്രയാണോ അത് നോക്കിയിട്ട് സ്റ്റോക്ക് എടുത്തിട്ട് അതിന് കൃത്യമായി സക്കാത്ത് നൽകുക. ഇതൊന്നും കൊടുക്കാതെ പിശുക്കി പിടിച്ചാൽ സഹോദരങ്ങളെ, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി, അല്ലാഹുവിന്റെ ഫദ്ലിൽ നിന്ന്, അല്ലാഹു തന്നതിൽ നിന്ന് പിശുക്കി പിടിക്കുന്ന ആളുകൾ വിചാരിക്കേണ്ടതില്ല അതവർക്ക് ഖൈറാണെന്ന് വിചാരിക്കേണ്ടതില്ല, അതവർക്ക് ഷർറാണ്. ഖിയാമത്ത് നാളിൽ അവരുടെ കഴുത്തിൽ അത് മാല ചാർത്തുന്നതാണ്. ഒരാൾക്കൊരു 5 പൈസ കൊടുക്കാതെ, സക്കാത്ത് നിർവഹിക്കാതെ, സദഖ നൽകാതെ സ്വത്തുക്കൾ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ച ആളുകളെ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാല ചാർത്തും അവരുടെ കഴുത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ആതാഹുല്ലാഹു മാലൻ ഫലം യുഅദ്ദി സക്കാത്തുഹു, ഒരാൾക്ക് അല്ലാഹു സ്വത്ത് കൊടുത്തു, അതിന്റെ സക്കാത്ത് കൊടുക്കുന്നില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ സഹോദരങ്ങളെ, ഫുള്ള് കൊടുക്കണമെന്നില്ല. ഈ നിസാബെത്തിയത്, ഈ ഹൗല് തികഞ്ഞത് അതിന്റെ 2.5% മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഒരു വർഷമായിട്ട് നമ്മുടെ ബാങ്ക് ബാലൻസിൽ 1,00,000 ഉണ്ടോ എങ്കിൽ 2,500 രൂപ, അതില്ലെങ്കിൽ കൊടുക്കേണ്ടതില്ല. ഉള്ള ആളുകൾ ആ കുറഞ്ഞ തുച്ഛമായ ഒരു പൈസ നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ ബാക്കി സമ്പത്ത് മുഴുവൻ നമുക്ക് ഹറാമാകും എന്നതാണ്. ഒരാൾക്ക് അള്ളാഹ് സ്വത്ത് കൊടുത്ത അയാൾ സക്കാത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ ഒരു കാളസർപ്പമായി അതിനെ മാറ്റുന്നതാണ്. എന്നിട്ട് അവന്റെ കഴുത്തിൽ മാല ചാർത്തും, എന്നിട്ട് അവന്റെ കവിളിലും കഴുത്തിലും അത് കൊത്തുമാന മാലുക്കാവാന കൻസുക്ക, ഞാനാണ് നിന്റെ നിക്ഷേപം, നിന്റെ സമ്പാദ്യം എന്ന് പറയും. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് കൃത്യമായി അതിന്റെ അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കുക. സൂറത്ത് തൗബയിൽ പറഞ്ഞല്ലോ, ഇന്നമസ്സദഖാതു ലിൽഫുഖറാഇ വൽ മസാകീൻ വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫി റിഖാബി വൽ ഗാരിമീന വഫി സബീലില്ലാഹി
വബ്നി സബീൽ ഫരീളത്തുൻ മിനല്ലാഹ്. അല്ലാഹ് നിർബന്ധമാക്കി 8 കാറ്റഗറി: പാവപ്പെട്ട ആളുകള്, ഫഖീർമാര്, കടം കൊണ്ട് വലഞ്ഞ ആളുകള്, ഇങ്ങനെ തുടങ്ങി 8 വിഭാഗം ആളുകൾ. അവർക്കാണ് ആ സക്കാത്ത് നൽകേണ്ടത്. സഹോദരങ്ങളെ, സ്വത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അതും നമുക്കെതിരായി കൊണ്ടുവരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്തിൽ ലാ തസൂലു ഖദമ അബ്ദിൻ, ഒരടിമയുടെ കാൽപാദം നിന്നിടത്ത് നിന്ന് അനക്കാൻ സാധ്യമല്ല. അവന്റെ സ്വത്തിനെ കുറിച്ച് ചോദിക്കും, വഅൻ മാലിഹി മിൻ അയ്ന ഇക്തസബഹു വഫീമാ അൻഫഖു, എവിടുന്നുണ്ടാക്കി, എന്തിൽ ചെലവഴിച്ചു എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാവിധ ശുദ്ധീകരണം, മനസ്സിനെ ശുദ്ധീകരിക്കുക, സമ്പത്തിനെ ശുദ്ധീകരിക്കുക, നമ്മുടെ സ്വഭാവത്തെ നന്നാക്കുക, എല്ലാ നിലക്കുമുള്ള ഒരു ശുദ്ധീകരണമാവണം. അച്ചാ റമദാൻ മസ്റഅത്തുൽ ഇബാദി ലിതത്ഹീരിൽ ഖുലൂബി മിനൽ ഫസാദി. റമദാൻ വന്നത് അതിനാണ്, എല്ലാ ഫസാദുകളിൽ നിന്നും മനസ്സിനെ ശുദ്ധമാക്കി, ജീവിതത്തെ പരിശുദ്ധമാക്കി, റബ്ബിന്റെ തൃപ്തി നേടിക്കൊണ്ട് മടങ്ങാനുള്ള ഒരവസ്ഥയ്ക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദം അലാ ഫസ്തഗ്ഫിറൂ ഇന്നഹു വൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد أيها الناس اتقوا الله عباد الله. സഹോദരങ്ങളെ, റമദാനിന്റെ അവസാനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സക്കാത്തുൽ ഫിത്റാണ്. നമ്മുടെ മേൽ നിർബന്ധമായ കാര്യമാണ്. അനിബ്നി അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്രി തുഹ്റത്തൻ ലിസ്സായിമി മിനൽ ലഅബി വറഫസ് വതുഅമത്തൻ ലിൽമസാകീൻ فمن أداها قبل الصلاة فهي صدقة مقبولة ومن أداها بعد الصلاة فهي صدقة من الصدقات. صحيح مسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫറളാക്കി സക്കാത്തുൽ ഫിത്ർ. എന്തിനു വേണ്ടി? നമ്മുടെ നോമ്പിൽ വന്ന വീഴ്ചകൾക്കുള്ള ഒരു പരിഹാരം എന്നോളവും പാവങ്ങൾക്കുള്ള ഭക്ഷണം എന്ന ഒരു കാര്യമായിട്ടും സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാക്കി. പെരുന്നാൾ നമസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പായിക്കൊണ്ട് അത് നിങ്ങൾ നൽകണം. ആരെങ്കിലും അതിന്റെ ശേഷം നൽകിയാൽ അത് വെറും സദഖയായിരിക്കും. നിർബന്ധമായ സക്കാത്തുൽ ഫിത്ർ ആകണമെങ്കിൽ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായിക്കൊണ്ട് തന്നെ നൽകണം എന്നതാണ്. ഹദീസുകളിൽ കാണാം, ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്രി സാഅം മിൻ തംറിൻ ഔ സാഅം മിൻ ശഈരിൻ അലൽ ഹുർരി വൽ അബ്ദി വദ്ദക്കരി വൽ ഉൻസ വസ്സഈരി വൽ കബീർ മിനൽ മുസ്ലിമീൻ. മുസ്ലിങ്ങളിൽ നിന്നുള്ള ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചെറിയവർക്കും വലിയവർക്കും എല്ലാവർക്കും എന്താണ് സക്കാത്തുൽ ഫിത്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കി. ആ നാട്ടിലെ പ്രധാന ഭക്ഷ്യ വിഭവം കാരക്ക, ഈത്തപ്പഴം, ബാർലി അതൊക്കെയായിരുന്നു. നമ്മുടെ നാട്ടിൽ ഏതാണോ അത് നമ്മൾ എന്ത് ചെയ്യുക? കൃത്യമായി കൊണ്ട് കൊടുക്കുക. നമ്മുടെ നാട്ടിൽ തെറ്റായ ധാരണ എന്ത്? ഓം ഇവന് കൊടുക്കും, ഇവന് അവനും കൊടുക്കും. ഇത് ആർക്കാ കൊടുക്കേണ്ടത്? തുഅമത്തൻ ലിൽ മസാകീൻ, പാവപ്പെട്ട ആളുകൾക്കാണ് അത് കൊടുക്കേണ്ടത് എന്ന്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നാട്ടിൽ അത് കിട്ടിയിട്ടില്ലെങ്കിൽ ചില ആൾക്കാർ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കും. പാവങ്ങളാണെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. എത്രയോ പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് കുറച്ച് കൂടുതൽ കിട്ടിയാൽ ഒരു മാസക്കാലത്ത് കൈക്കോട്ടെ, ഒരു അരി കിട്ടാനും അതും പ്രയാസപ്പെടുന്ന ആളുകൾ സഹോദരങ്ങളെ ഉണ്ട്. അതുകൊണ്ട് തുഅമത്തൻ ലിൽ മസാകീൻ, പാവങ്ങൾക്കുള്ള ഭക്ഷണമായിക്കൊണ്ടുമാണ് ഇത് നിർബന്ധമാക്കിയിട്ടുള്ളത്. പെരുന്നാളിന്റെ 1-2 ദിവസങ്ങൾക്ക് മുമ്പും അത് വിതരണം ചെയ്യുന്നതിൽ തെറ്റില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാനു യുഅതൂന ഖബ്ല അൽ ഈദ് ബിയൗമിൻ ഔ യൗമിൻ, പെരുന്നാൾ ദിവസത്തിന്റെ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് അവരത് വിതരണം ചെയ്യാറുണ്ടായിരുന്നു എന്ന്. സഹോദരങ്ങളെ, പെരുന്നാളുമായി ബന്ധപ്പെട്ട ചില ഉണർത്തലുകൾ, ചില സുന്നത്തുകൾ, ചില ആദാബുകൾ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അവയില്ല 29 കിട്ടിയാൽ വെള്ളിയാഴ്ചയും 30 കിട്ടിയാൽ ശനിയാഴ്ചയും ആയിരിക്കും പെരുന്നാള്. ഏതായിരുന്നാലും ആ കാര്യം കൂടി ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ ദിവസം അത് ഈദ്ഗാഹിൽ വെച്ചായിരുന്നു നിർവഹിച്ചിരുന്നത്. ചെറിയ പെരുന്നാൾക്ക് വല്ലതും കഴിച്ചുകൊണ്ടാണ് ലാ യഖ്റുജു ഹത്താ യഅകുല തംറാത്ത്, ചില ഈത്തപ്പഴങ്ങൾ കഴിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിരുന്നത്. പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി കുളിക്കുക, ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക, സുഗന്ധം പൂശുക, മക്കളെയും കുടുംബത്തെയും എല്ലാവരെയും കൂട്ടി ഈദ്ഗാഹിലേക്ക് പുറപ്പെടുക. അതാണ് സുന്നത്ത്. ഉമ്മു അതിയ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നുഖ്രിജഹുന്ന ഇലൽ മുസല്ല, ഈദ്ഗാഹിലേക്ക് പുറപ്പെടാൻ വേണ്ടി പറഞ്ഞു. അൽ അവാതിക് വൽ ഹയ്യൽ വദവാതിൽ ഖുദൂർ, വീട്ടിലിരിക്കുന്ന മറയിലിരിക്കുന്ന സ്ത്രീകളും ഹയദുള്ള പെണ്ണുങ്ങൾ വരെ
പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടാൻ അയവുള്ള പെണ്ണുങ്ങൾ അവർ നമസ്കാര സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുകയും മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയിൽ അവർ പങ്കെടുക്കട്ടെ. അപ്പൊ ഉമ്മ അത്തിയ റളിയല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഇന്ന ഇഹ്ദാന ലാ തകൂനു ലഹാ ജിൽബാബ്, ഞങ്ങളിൽ ഒരാൾക്ക് ജിൽബാബ്, അവർക്കൊരു പർദ മൂടുപടം ഇല്ലെങ്കിലോ അവരുടെ സഹോദരി അവർക്കൊരു ജിൽബാബ്, ഒരു പർദ്ദ കൊടുത്തിട്ട് അവരെല്ലാവരും, അതാണ് പെരുന്നാളിന്റെ സന്തോഷം. മക്കളെയും ഭാര്യയെയും വീട്ടുകാരെയും എല്ലാവരെയും കൂട്ടി പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടുക എന്നത് സഹോദരങ്ങളെ, ഈ ആദാബുകളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ നമ്മുടെ കൂട്ടത്തില് ആരെങ്കിലും പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ, മക്കൾക്കൊക്കെ നമ്മൾ പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുക്കുന്നു, അതിന്റെ കൂട്ടത്തിൽ തന്നെ പ്രയാസപ്പെടുന്ന സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടറിയണം. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽവാസികളിൽ, നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഉണ്ടോ അവരെ സഹായിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും നന്മയിൽ മുന്നേറാൻ ഇനിയുള്ള നാളുകളിൽ ശക്തമായി കൊണ്ട് പരിശ്രമിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടുമുണ്ട് മുറുക്കി എടുത്തുകൊണ്ട് അഹ്യാ ലൈലഹു വ ഇഖ്ലാഹു ലഹു, ഉറങ്ങാതെ വീട്ടുകാരെ വിളിച്ചു നിർത്തി നമസ്കാരത്തിലും ഖുർആൻ പാരായണത്തിലും ദിക്റിലും പ്രാർത്ഥനയിലുമായിക്കൊണ്ട് അല്ലാഹുവിന് വേണ്ടി സഹോദരങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ റബ്ബിനെ ഓർത്ത് റബ്ബിനെ ഓർത്ത്, നരകത്തെ ഓർത്ത്, മരണത്തെ ഓർത്ത്, ഖബറിനെ ഓർത്തുകൊണ്ട് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് കണ്ണീർ പൊഴിക്കാൻ സമയം കണ്ടെത്തിയിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ നമ്മൾ നഷ്ടക്കാരിൽ പെട്ടുപോകും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങാൻ പ്രാർത്ഥനകൾ കൊണ്ട് ഇനിയുള്ള നാളുകളെ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, റബ്ബേ നീ ഏറെ മാപ്പാക്കുന്നവനാണ്, മാപ്പ് കൊടുക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നു, ഫഅഫു അന്നി, എനിക്ക് നീ പുറത്തു തരണേ എന്നുള്ള പ്രാർത്ഥനകൾ ഈ നാളുകളിൽ പകലിലും രാത്രിയിലും ഒക്കെ നമ്മൾ പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബന സ്രിഫ് അന്നാ عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا توفنا مسلمين والحقنا بالصالحين ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا يا رب العالمين اللهم لا تدع لنا ذنبا إلا غفرته ولا دينا إلا قضيته ولا ميتا إلا رحمته ولا مريضا إلا شفيته ولا بلاء إلا رفعته يا أرحم الراحمين اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا اللهم انصر إخواننا المسلمين في كل مكان اللهم كن لهم ناصرا ومعينا اللهم يا حي يا قيوم برحمتك نستغيث أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين قوموا إلى صلاتكم.